അമൽ, ഇത് ഒരിക്കലും രാഷ്ട്രീയമായി കൈകാര്യം ചെയ്യപ്പെടേണ്ടാത്ത ഒരു വിഷയം എന്ന നിലയ്ക്ക് തന്നെയാണ് മനുഷ്യരെല്ലാവരും കാണുന്നത്. പക്ഷേ ഇത് രാഷ്ട്രീയമായി പോയ വഴി അത്ഭുതപ്പെടുത്തുന്നതാണ് അമൽ. ഒരു തെരഞ്ഞെടുപ്പ് വന്നാൽ ഇങ്ങനെയൊക്കെ നമ്മുടെ നേതാക്കൾ മാറുമെന്നത് അത്ഭുതപ്പെടുത്തും. മാധു, ഞാൻ അല്പം മുൻപ് നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഒരു വെള്ളത്തുണിയിൽ പൊതിഞ്ഞു കെട്ടിയ ഒരു 15 വയസ്സുകാരൻ്റെ മൃതദേഹം കൊണ്ടുപോകുന്നത് ഞാൻ കണ്ടതാണ്. അവരുടെ തൊട്ടടുത്ത ബന്ധുക്കളല്ലെങ്കിൽ അവരുടെ തൊട്ടടുത്ത ബന്ധുക്കളെല്ലാം വീട്ടിലേക്ക് മടങ്ങിയിട്ടുണ്ട്. അച്ഛനും അമ്മയും അടക്കമുള്ളവർ വീട്ടിലേക്ക് മടങ്ങി. അവരുടെ മറ്റ് ബന്ധുക്കൾ അവിടെ ഉണ്ടായിരുന്നു. അവർ കണ്ണീരോടെയാണ് ആ മൃതദേഹം ഏറ്റുവാങ്ങുന്നത്. ഇനിയിപ്പോൾ വീട്ടിലേക്ക് ആ മൃതദേഹം ചെല്ലുമ്പോൾ എന്തായിരിക്കും അവസ്ഥ എന്നുള്ള കാര്യം പറയേണ്ടതില്ല. അവരുടെ വീട്ടിലെ വലിയ പ്രതീക്ഷയെ അവർ വളർത്തിക്കൊണ്ട് വന്ന ഒരു കുട്ടിയാണ്. അങ്ങനെ ഒരു കുട്ടിയുടെ മരണമാണ്. ഇന്നലെ വൈകിട്ട് ഇതിൻ്റെ ഒരു കാര്യം കൂടി പറഞ്ഞു പോകാം. ഗോവിന്ദൻ മാഷ് പറഞ്ഞതുപോലെയാണ് കാര്യം എന്ന് കരുതുന്നില്ല. കാരണം ഇന്നലെ വൈകുന്നേരം ആ ആശുപത്രിയിലേക്ക് ഒരാൾ വൈദ്യുതി ഷോക്കേറ്റ് പരിക്കേറ്റ് എത്തിയിട്ടുണ്ട് എന്നൊരു വിവരം നമുക്ക് ലഭിക്കുന്നു. അതിനുശേഷം അവിടെ ഏറ്റവും ആദ്യം എത്തുന്നത് മാതൃഭൂമി ന്യൂസാണ്. നമ്മളവിടുത്തെ ഷിനാസ് എന്ന് പറയുന്ന CPM-ൻ്റെ സ്ഥാനാർത്ഥിയായി പരിഗണിച്ചിരുന്ന ആ സൂപ്രണ്ടുണ്ട്, ആ ജില്ലാ ആശുപത്രി സൂപ്രണ്ടുണ്ട്. അദ്ദേഹത്തെ വിളിച്ച് ഇങ്ങനെയൊരു സംഭവം ഉണ്ടോ എന്ന് ചോദിക്കുന്നു. അങ്ങനെ സംഭവമുണ്ട് എന്ന് അദ്ദേഹം സ്ഥിരീകരിക്കുകയും ചെയ്തു. അവിടേക്ക് ഇന്നലെ വൈകിട്ട് നമ്മൾ എത്തുമ്പോൾ അവിടെ അധികം ആളുകളില്ല. അതിനുശേഷം പിന്നീട് ഈ വിവരം അറിഞ്ഞ വാർത്തയായതിനു ശേഷം ആളുകൾ കൂട്ടത്തോടെ എത്തുന്നു. വന്നയാളുകൾ പിന്നീട് പ്രതിഷേധവുമായി റോട്ടിലേക്ക് വന്നിറങ്ങുന്നു. ആദ്യഘട്ടത്തിൽ അത് ഈ അവരുടെ നാട്ടിൽ നിന്ന് വന്ന ആളുകളായിരുന്നു, വഴിക്കടവിൽ നിന്നൊക്കെ വന്നിരുന്ന ആളുകളായിരുന്നുവെങ്കിൽ പിന്നീട് അത് രാഷ്ട്രീയ രൂപം അതിന് കൈവന്നത് നമ്മൾ കണ്ടതാണ്. യൂത്ത് കോൺഗ്രസ്സുകാരും യൂത്ത് ലീഗുകാരും പിന്നീട് ആ സമരത്തിൻ്റെ ഭാഗമാകുന്നു. പിന്നീട് ഇത് പൊളിറ്റിക്കലായി മാറുന്നു എന്ന കാര്യത്തിൽ സംശയമേ വേണ്ട. പിന്നീട് നടന്ന നാടകങ്ങൾ നമ്മൾ കണ്ടതാണ്. വാഹനത്തിന് മുകളിൽ കയറുന്നു, വാഹനം തടയാൻ ശ്രമിക്കുന്നു, വിജയരാഘവൻ്റെ വാഹനം തടയുന്നു, കസ്റ്റഡിയിലെടുത്തുകൊണ്ടുപോയ പ്രവർത്തകരെ ബലമായി പിടിച്ചിറക്കുന്നു. രാഷ്ട്രീയമായി തന്നെയുള്ള ആരോപണങ്ങൾ UDF നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉയരുകയും ചെയ്യുന്നു. അതിനുശേഷം ഒരു രാഷ്ട്രീയം ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയം വേണ്ട. പക്ഷേ ഈ മരണത്തിൽ രാഷ്ട്രീയമുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിനിയും ഒരുപാട് വ്യക്തത വരേണ്ട കാര്യങ്ങളാണ്. ഗോവിന്ദൻ മാഷിനെ പോലെ പാർട്ടി സെക്രട്ടറി സ്ഥാനത്ത് നിന്നും വനമന്ത്രി ശശീന്ദ്രനെ പോലെ മന്ത്രിസ്ഥാനത്ത് വരുന്നൊക്കെ ആളുകൾ പറയേണ്ട നിരുത്തരവാദപരമായ പ്രസ്താവനകളാണോ ഇത് ഒരു മരണത്തെ സംബന്ധിച്ച് എന്നുള്ള കാര്യത്തിൽ ഒരു സാധാരണ പൗരൻ എന്നുള്ള നിലയിൽ എനിക്കും സംശയമൊക്കെ തോന്നുന്നുണ്ട്, നിങ്ങളെപ്പോലെ തന്നെ. കാരണം അങ്ങനെയല്ല, അവർക്കൊപ്പം ഈ കുട്ടികൾക്കൊപ്പം ഈ മരിച്ച കുട്ടിക്കൊപ്പം ആ കുട്ടി ഒറ്റയ്ക്കായിരുന്നില്ല ഉണ്ടായിരുന്നത്, അവർക്കൊപ്പം മറ്റാളുകൾ ഉണ്ടായിരുന്നു. അതും അവരുടെ ബന്ധുക്കളായിരുന്നു. അവർ മീൻ പിടിക്കാനായി പോയതാണ്. മീൻ പിടിക്കാനായി പോകുമ്പോൾ ഒരു കമ്പിയിൽ തട്ടി മരണം സംഭവിക്കുന്നു. അപ്പോൾ അത് ഇവർ എവിടെയോ കളിക്കാനൊക്കെ പോയി മടങ്ങിയെത്തിയ ശേഷമാണ് അവർ അവിടേക്ക് എത്തുന്നത്. അപ്പോൾ പിന്നെ അങ്ങനെ ഒരു ഗൂഢാലോചന നടത്തി, ഒരു രാഷ്ട്രീയ ഗൂഢാലോചന നടത്തി ഈ കുട്ടിയെ ആര് ഇങ്ങനെ കൊലപ്പെടുത്തി മരണത്തിന് വിട്ടുകൊടുത്തു എന്നതൊക്കെ ഇനിയും ഇവർ ഈ പറയുന്നത് വെച്ച് നോക്കുമ്പോൾ നമുക്കൊരു പിടിയും കിട്ടാത്ത കാര്യങ്ങളാണ്. ആ കുട്ടിയുടെ മൃതദേഹം എന്തായാലും ഇവിടെ നിന്നും കൊണ്ടുപോയിരിക്കുന്നു. UDF-നെ സംബന്ധിച്ചാണെങ്കിൽ ഗോവിന്ദൻ മാഷ് പറഞ്ഞത് കൃത്യമായ കാര്യം തന്നെയാണ്. UDF മാത്രമല്ല, അൻവറും അതോടൊപ്പം തന്നെ NDAയും എല്ലാം ഈ അവസരത്തെ, ഇത് തിരഞ്ഞെടുപ്പ് ഘട്ടമാണ്, ആ അവസരത്തിൽ ഈ മണ്ഡലം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം എന്നുള്ള നിലയിൽ വളരെ ഗൗരവത്തിൽ തന്നെ കൈകാര്യം ചെയ്യുന്നു, രാഷ്ട്രീയമായി തന്നെ കൈകാര്യം ചെയ്യുന്നു. അതിൽ ഗോവിന്ദൻ മാഷ് പറഞ്ഞതിലും AK ശശീന്ദ്രൻ പറഞ്ഞതിലും തെറ്റില്ല. രാഷ്ട്രീയമായി ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നു, സജീവ ചർച്ചയാക്കുന്നു. തിരഞ്ഞെടുപ്പിൽ ഇതൊരു പ്രധാന ഘടകമായി മാറുമെന്ന് എല്ലാ മുന്നണികൾക്കും അറിയാം. അതിനാൽ തന്നെ ഈ NDAയും ഇതിൽ രാഷ്ട്രീയമില്ല, ഇത് രാഷ്ട്രീയമായി കോൺഗ്രസ് മുതലെടുക്കാൻ ശ്രമിച്ചു എന്ന നിലയ്ക്കൊരു ആക്ഷേപം, എന്ന നിലയ്ക്കൊരു ആരോപണം സ്വാഭാവികമായും CPM-ന് ഉന്നയിക്കാം. അത് അമൽ പറഞ്ഞതുപോലെ ഇന്നലെ ആ പ്രതിഷേധത്തിന് വലിയ തോതിൽ ഒരു രാഷ്ട്രീയ സ്വഭാവം കൈവരികയും ചെയ്തു. പ്രതിപക്ഷമാണ്, ജനകീയ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് സമരം നടത്തേണ്ടവർ തന്നെയാണ്. പക്ഷേ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലുള്ള ഒരു രാഷ്ട്രീയ ചായ്വോട് കൂടിയുള്ള പ്രതിഷേധമുണ്ടായോ എന്നതൊക്കെ നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. പക്ഷെ ഇതിപ്പോൾ ഡയറക്റ്റാണ് അങ്ങോട്ടും ഇങ്ങോട്ടും, അല്ലെ? ഈ സംഭവം ഉണ്ടായത് പോലും അതിനു വേണ്ടിയാണോ എന്ന നിലയ്ക്ക് ആരോപണം ഉന്നയിക്കുന്നത്. 2026 തെരഞ്ഞെടുപ്പ് വരെ UDF-ന്റെ ഭാഗത്തു നിന്ന് എന്തും ചെയ്യാം. നമ്മളൊരു 15 വയസ്സായ കുഞ്ഞ് മരിച്ചതിനെ കുറിച്ചാണ് പറയുന്നത്. അതുപോലെ എന്തും സംഭവങ്ങൾ ആവർത്തിക്കാമെന്നൊക്കെ പറയുമ്പോൾ ആ ആരോപണത്തിന്റെ ഒരു ഇന്റൻസിറ്റി ഒക്കെ അദ്ദേഹത്തിനും ബോധ്യപ്പെടേണ്ടതല്ലേ? കഴിഞ്ഞ കുറേ കാലമായി നമ്മുടെ നാട്ടിൽ നടക്കുന്ന വന്യജീവി ആക്രമണങ്ങളിലെ മരണങ്ങളിലെല്ലാം അതിശക്തമായ പ്രതിഷേധം ഉണ്ടാകാറുണ്ട്. അങ്ങനെയുണ്ടായ പ്രതിഷേധങ്ങളിൽ ഈ പൊടുന്നനെ ഉണ്ടാകുന്ന പ്രതിഷേധങ്ങൾ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടെന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ കോതമംഗലത്ത് ഇങ്ങനെ ഒരു സംഭവം നമ്മുടെ ശ്രദ്ധയിലുണ്ട്. അതിനുശേഷം പിന്നീട് മരണമൊക്കെ സംഭവിച്ച് ആശുപത്രിയിലേക്ക് എത്തി പിറ്റേ ദിവസങ്ങളിലൊക്കെ പ്രതിഷേധങ്ങൾ ഉണ്ടാകാറുണ്ടെങ്കിൽ സഡൻലി ഇത്തരത്തിലൊരു പ്രതിഷേധം ഉണ്ടാകാറില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, ഇവിടെ അത് ഉണ്ടാകാനുള്ള കാരണം എന്ന് പറയുന്നത്, ഇന്നലെ UDF-ന്റെ പ്രതിഷേധം ഉണ്ടായപ്പോൾ അതിലുണ്ടായിരുന്നത് ഈ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനും മറ്റുമൊക്കെയായി ഇവിടേക്ക് വന്നിറങ്ങിയ ജ്യോതികുമാർ ചാമക്കാല, അതോടൊപ്പം തന്നെ രാജു P. നായർ അടക്കമുള്ള ജില്ലയ്ക്ക് പുറത്തു നിന്നുള്ള നേതാക്കളായിരുന്നു. അങ്ങനെയുള്ള നേതാക്കൾ ഇവിടേക്ക് ഈ വിവരം അറിഞ്ഞ് വന്നിറങ്ങുന്നു. അതോടൊപ്പം തന്നെ മറ്റ് നേതാക്കളും ഈ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായി ഇവിടെ ഉണ്ടായിരുന്ന ആളുകൾ വന്നിറങ്ങുന്നു. ഇനിയിപ്പോൾ BJP-യുടെ ഗോവിന്ദൻ മാഷിൻ്റെ ആരോപണം പരിശോധിക്കുകയാണെങ്കിൽ അത് UDF ആരോപണം എന്നതിനപ്പുറത്തേക്ക് BJP-യുടെ ഒരു പ്രതിഷേധവും ഇന്നലെ UDF പ്രതിഷേധം കഴിഞ്ഞതിന് തൊട്ട് പിന്നാലെ അവിടെ ഉണ്ടായി. ഷോൺ ജോർജിനെ പോലെ ഈ ജില്ലയ്ക്ക് പുറത്തു നിന്നുള്ള ഒരാൾ നേതൃത്വം നൽകുന്ന പ്രതിഷേധമായിരുന്നു അവിടെ നടന്നത്. അപ്പോൾ പിന്നെ അങ്ങനെ ഒരു ഈ വേഗത്തിലുള്ള
പ്രതിഷേധത്തിന് കാരണം ഒരുപക്ഷേ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നതിനാൽ തന്നെയായിരിക്കും. പക്ഷേ അമലിലേക്ക് തിരികെ എത്താം.